ഹായ് ഹലോ നമസ്കാരം. PH3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മോക്ക് ടെസ്റ്റായിട്ട് വന്നതാണ്. കുറച്ച് ചോദ്യങ്ങളാണ്, സൈക്കോളജിയുടെ ചോദ്യങ്ങളാണ്. ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സമഗ്രതാവാദം എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര ചിന്താധാര ഏതാണ്? സമഗ്രതാവാദം എന്നും അറിയപ്പെടുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം, മനോവിശ്ലേഷണം, വ്യവഹാരവാദം, ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇതിലേതാണ് ABCD? ഇതിലേതാണ് സമഗ്രതാവാദം എന്നും അറിയപ്പെടുന്ന മനഃശാസ്ത്ര ചിന്താധാര എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിൻ്റെ നൈതിക ശക്തി ഏതാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, എയും ബിയും, അതായത് ഇതും ഈഗോയും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ മനസ്സിൻ്റെ നൈതിക ശക്തി, എത്തിക്കൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഇതാണോ ഈഗോയാണോ? അതല്ല, ഇതും ഈഗോയുമാണോ? എയും ബിയുമാണോ? സൂപ്പർ ഈഗോ ആണോ? അതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. കുട്ടികളിൽ ഉണ്ടാവുന്ന അവിചാരിതവും ആകസ്മികവുമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തുന്നതാണ് സംഭവ വിവരണ രേഖ, സഞ്ചിത രേഖ, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്. ഏതാണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതവും ആകസ്മികവുമായ പ്രതികരണങ്ങൾ അപ്പോൾ ടീച്ചർ രേഖപ്പെടുത്തുന്നത് ഏതിലായിരിക്കും? സംഭവ വിവരണ രേഖയിലാണോ, സഞ്ചിത രേഖയിലാണോ, റേറ്റിംഗ് സ്കെയിലാണോ, ചെക്ക് ലിസ്റ്റിലാണോ എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. നാലാമത്തെ ചോദ്യം, അന്വേഷണ പരിശീലനം, എൻക്വയറി ട്രെയിനിങ് എന്ന ബോധന തന്ത്രം ആവിഷ്കരിച്ചത് പിയാഷെ, ഓസ്ബെല്, ബ്രൂണർ, റിച്ചാർഡ് സുഷ്മാൻ. ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അന്വേഷണ പരിശീലന ബോധന തന്ത്രം ആവിഷ്കരിച്ചത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം, വികാസത്തെ സംബന്ധിച്ച് പ്രോക്സിമോ ഡിസ്റ്റൽ നിയമപ്രകാരം, പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് പ്രകാരം ശരിയായത് ശിരോഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാദത്തിലേക്ക്, ശിരോഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാദത്തിലേക്ക്, പാദത്തിൽ നിന്ന് ആരംഭിച്ച് ശിരസിലേക്ക്, കേന്ദ്രസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ശരീരം ആരംഭിച്ച് അഗ്രങ്ങളിലേക്ക്, അഗ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച് കേന്ദ്രസ്ഥാനത്തേക്ക് വ്യാപിക്കുന്നു. ഇതിലേതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്. ശിരോഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാദത്തിലേക്ക്, പാദത്തിൽ നിന്ന് ആരംഭിച്ച് ശിരോജത്തിലേക്ക്, കേന്ദ്രത്തിൽ നിന്ന് അഗ്രങ്ങളിലേക്ക്, അഗ്രങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക്. ഇതിലേതായിരിക്കും പ്രോക്സിമോ ഡിസ്റ്റൽ നിയമപ്രകാരം ശരിയായത്? ആറാമത്തെ ചോദ്യം, ആദ്യ ബാല്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം, ഭാവനയുടെ കാലഘട്ടം, വിദ്യാലയ പൂർവ്വ കാലഘട്ടം, 3 മുതൽ 6 വയസ്സ് വരെ, 3 മുതൽ 6 വയസ്സ് വരെ. ഏതാണ് ആദ്യ ബാലവുമായി ബന്ധപ്പെട്ടത്? എയും ബിയും കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടവും ഭാവനയുടെ കാലഘട്ടവുമാണോ? ഭാവനയുടെ കാലഘട്ടവും വിദ്യാലയ പൂർവ്വഘട്ടവുമാണോ? ഇനി ഡി മാത്രമാണോ? 3 മുതൽ 6 വയസ്സ് വരെ മാത്രമാണോ? ഇനി ഇവയെല്ലാമാണോ എന്നാണ് ചോദ്യം. ആദ്യ ബാല്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? ഏഴാമത്തെ ചോദ്യം, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് അധ്യാപകൻ കുട്ടികളോട് അനൗപചാരിക സംഭാഷണത്തിൽ ഏർപ്പെടുകയും മുന്നറിവ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇത് തൊണ്ടേക്കിൻ്റെ ഏത് പഠന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവർത്തനമാണോ, സന്നദ്ധതാ നിയമമാണോ, ഫല നിയമമാണോ? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എട്ടാമത്തെ ചോദ്യം, ഒരു മനുഷ്യൻ്റെ ജീവിത കാലയളവിൽ ആകമാനം സംഭവിക്കുന്ന മാറ്റമാണ് വളർച്ചയും വികാസവും. വളർച്ച, വികാസം, പരിപക്വത, മെച്യൂരിറ്റി. ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ജൈവിക ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, ജൈവിക ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും ഇവ ഏതുമല്ല. പത്താമത്തെ ചോദ്യം, ആർക്കിടെക്റ്റിൽ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി ഏതാണ്? ആർക്കിടെക്റ്റിൽ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി ഏതാണ്? ദൃശ്യ സ്ഥലപര ബുദ്ധി, വാചിക ഭാഷാപര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, കായിക ചാലക ബുദ്ധി. ഇതിലേതാണ് ഒരു ആർക്കിടെക്റ്റിൽ കാണപ്പെടുന്ന ബുദ്ധി എന്നാണ് ചോദ്യം. നമുക്ക് ആൻസറുകളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കുകയാണെങ്കിൽ സമഗ്രതാവാദം എന്നറിയപ്പെടുന്ന ഏതാണ്?
ജസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിൻ്റെ നൈതിക ശക്തി എന്ന് പറയുന്നത് ഇതാണോ, ഈഗോയാണോ, സൂപ്പർ ഈഗോയാണോ? സൂപ്പർ ഈഗോ ആണ്. മൂന്നാമത്തെ ചോദ്യം, കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതവും ആകസ്മികവുമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തുന്നത് സംഭവ വിവരണ രേഖയാണ്. നാലാമത്തെ ചോദ്യം, അന്വേഷണ പരിശീലനം എന്ന ബോധനതന്ത്രം ആവിഷ്കരിച്ചത് റിച്ചാർഡ് സുഷ്മാനാണ്. അഞ്ചാമത്തെ ചോദ്യം, വികാസത്തെ സംബന്ധിച്ച് പ്രോക്സിമോ ഡിസ്റ്റൽ നിയമപ്രകാരം കേന്ദ്രസ്ഥാനത്ത് നിന്ന് അഗ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് കേട്ടോ പ്രോക്സിമോ ഡിസ്റ്റൽ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ആദ്യബാലവുമായി ബന്ധപ്പെട്ടത് ഈ പറഞ്ഞതെല്ലാം ആദ്യബാലവുമായി ബന്ധപ്പെട്ടതാണ്. ഇവയെല്ലാം എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, ഇവയെല്ലാം എന്നുള്ളതാണ് ശരി ഉത്തരം. ആദ്യബാല്യവുമായി ബന്ധപ്പെട്ട് താഴെന്നിരിക്കുന്നത് ശരിയായത് ഇവയെല്ലാമാണ്. ഏഴാമത്തെ ചോദ്യം, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് അധ്യാപകൻ കുട്ടികളോട് അനൗപചാരിക സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠിക്കാൻ റെഡിയാണ് എന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ നേരെ ഡയറക്റ്റ് വന്നൊരു ക്ലാസ് എടുക്കുന്നതിന് പകരം കുട്ടികളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കി എന്ത് ചെയ്യുന്നു, പഠിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത് കുട്ടികളിൽ സന്നദ്ധത ഉണ്ടാക്കും, ലേണിംഗ് റെഡിനെസ്. അപ്പോൾ ഇവിടെ തൊണ്ടയ്ക്കിൻ്റെ ഏത് നിയമപ്രകാരം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധതാ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. എട്ടാമത്തെ ചോദ്യം, ഒരു മനുഷ്യൻ്റെ ജീവിത കാലയളവിൽ ആകമാനം സംഭവിക്കുന്ന മാറ്റമാണ് വളർച്ചയും വികാസവും. വളർച്ച ജീവിതകാലം മുഴുവൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ വികാസം എന്നുള്ളതാണ് ഉത്തരം, വികാസം. ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ജൈവിക ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ. ജൈവിക ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും ഇവ ഏതുമല്ല. ജൈവിക ഘടകങ്ങൾ തീർച്ചയായിട്ടും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒപ്പം പാരിസ്ഥിതിക ഘടകങ്ങളും സ്വാധീനിക്കും. അപ്പോൾ ഇതിൽ രണ്ടുത്തരം വരില്ലല്ലോ. ഇവിടെ നോക്കി, ജൈവിക ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പത്താമത്തെ ചോദ്യം, ആർക്കിടെക്റ്റിൽ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. നാവികരിലും ആർക്കിടെക്റ്റിലൊക്കെ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി ഏതാണ്? ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. 10ൽ 10 കിട്ടിയ ആളുകൾ എത്ര പേരുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പഠനം ഏത് രീതിയിൽ പോകുന്നുണ്ട് എന്ന കാര്യം കമൻറ്റ് ചെയ്യണം. നമ്മുടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാം തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ സൈക്കോളജിയുടെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ടോപ്പിക് വൈസും ഒക്കെ മോക്ക് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വരും ദിവസങ്ങളിൽ UP പരീക്ഷയ്ക്ക് ഇനി 43 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ UP പരീക്ഷയ്ക്ക് 43 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 ക്ലാസ് നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഈ 40 ക്ലാസ്സിനകത്ത് ഏതൊക്കെ വരണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് എന്നൊരു മോക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.